हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 23-24 ശ്ലോകം ചൊല്ലാം. ഗുരുർ ഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷസൃഗ്വി വാചസ്പതി ഉദാരതി അഗ്രനിർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ്. നമ്മൾ എടുക്കുന്ന നാമം ഇപ്പോൾ 2 നാമം എടുക്കണമെന്ന്, നിമിഷ അനിമിഷ, ഇത് രണ്ടും കൂടി ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ക്ലബ് ചെയ്തെടുക്കാം. പക്ഷെ അത് ഒരേ ദിവസം എടുത്താലേ അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഡ് മീനിങ് ആണത്, യുഗ്മകം പോലെ കിടക്കുന്ന ശ്ലോകമാണ്, വാക്കുകളാണത്. അപ്പം നിമിഷ നമുക്ക് ആദ്യം നോക്കാം. 214 നാമം നിമിഷ. നിമിഷ എന്ന് വെച്ചാൽ കൺപോളകൾ അടച്ചിരിക്കുന്നവൻ എന്നർത്ഥം. സാധാരണക്കാര്, അതായത് നമ്മളെ പോലെയുള്ള ആം ആദ്മി പാർട്ടിക്കാര് ജാഗ്രത അവസ്ഥയിൽ തന്നെ ധ്യാന സമയത്ത് അന്തർമുഖനായിരിക്കുമ്പോൾ എന്താ പറ്റുക? കണ്ണുകൾ അടയ്ക്കണം. ഉണർന്നിരിക്കുകയാണ്, ഉറങ്ങിയിട്ടില്ലേ, ജാഗ്രത അവസ്ഥയിലാണ്. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ അല്ലെങ്കിൽ ധ്യാന സമയത്ത് ഇരിക്കുമ്പോൾ, പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ധ്യാനം, നിത്യധ്യാനം ഞാൻ എവിടെ ഇരുന്നിട്ടാണ് ചെയ്യണം, അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ജാഗ്രത അവസ്ഥയിലാണെങ്കിലും ഞാൻ എൻ്റെ കണ്ണടയ്ക്കുന്നു. ഇപ്പം ധ്യാന സമയത്തല്ലെങ്കിൽ പോലും, ഇപ്പോൾ ധ്യാന സമയത്തല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ ചൂഴ്ന്ന് ചിന്തിക്കും ചില കാര്യങ്ങൾ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം, ഓഫീസിലെ കാര്യങ്ങളായിരിക്കാം, മാർക്കറ്റിലെ കാര്യങ്ങളായിരിക്കാം, എന്തായിരിക്കാം, ബാഹ്യ എന്താ പറയുക, ഭൗതിക കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ വീണ്ടും നല്ലോണം ഇരുന്ന് ആലോചിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അല്ലേ? ഗ്രാഹസ്ഥികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴും മനസ്സിനെ ഏകാഗ്രത കിട്ടാൻ, ബാഹ്യവസ്തുക്കളെ ആകർഷിക്കാതിരിക്കാൻ നിശബ്ദമായൊരു സ്ഥലത്ത് ചെന്നിരുന്ന് കണ്ണടച്ചിരിക്കണം നമ്മൾ. അപ്പോഴും ജാഗ്രതാവസ്ഥയാണ്, അപ്പോൾ നമ്മൾ കണ്ണടയ്ക്കണം. ആ കണ്ണടപ്പ് വേറൊരു കണ്ണ് തുറക്കാനാണ്, അല്ലേ? ഒരു ഉൾക്കണ്ണുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഒരു ഉൾക്കണ്ണ്, ഒരു അന്തര്യാമിയുടെ ഒരു കണ്ണുണ്ട്, ഇന്നർ ഐ അല്ലെങ്കിൽ ജ്ഞാനചക്ഷു എന്നൊക്കെ പറയും. എല്ലാവർക്കും ഉണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. അത് തുറക്കാനാണ് ബാഹ്യചക്ഷുസുകൾ നമ്മൾ അടയ്ക്കുന്നത്. ബാഹ്യചക്ഷുസുകൾ അടച്ചില്ലെങ്കിൽ ബാഹ്യലോകത്തിൽപ്പെട്ട് അതിന് അസാമാന്യ മാഗ്നറ്റിക് പവറായി കണ്ണിന്. അപ്പം അത് പിടിച്ചെടുക്കും. അത് പിടിച്ചെടുത്ത് പിന്നെ അതിനെക്കുറിച്ച് അവലോകനം തുടങ്ങും, അതിൻ്റെ മുകളിൽ എസ് എഴുതാൻ തുടങ്ങും, അതിൻ്റെ മുകളിൽ കോമ്പോസിഷൻ എഴുതാൻ തുടങ്ങും, അതിൻ്റെ മുകളിൽ അനലൈസ് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ മുകളിൽ PhD പോകും. കണ്ടാൽ മതിയോ ഒരു വസ്തുവിനെ?
ധ്യായതേ വിഷയാൻ പുംസ എന്നാ പറയാം. കേട്ടാൽ തന്നെ മതി, വിചാരിച്ചിരുന്നാൽ മതി. അപ്പോൾ കണ്ടാലത്തെ കാര്യം പറയണോ? അപ്പോൾ ആ കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ബാഹ്യപ്രപഞ്ച കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ചിന്തിക്കുന്ന വസ്തുവിൻ്റെ ഗൗരവം അത്രത്തോളം ഉള്ളതുകൊണ്ട് എനിക്കെൻ്റെ പുറം കണ്ണുകളെ ഒരു തരത്തിലും ഡിസ്ട്രാക്ഷന് വിട്ട് എൻ്റെ മനസ്സിനെ സ്വാധീനിപ്പിക്കാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ പുറം കണ്ണ് അടയ്ക്കണോ? എന്തിന്? ഉൾക്കണ്ണ് തുറക്കാൻ. അപ്പോൾ ഈ പുറം കണ്ണ് നമ്മൾ അടയ്ക്കുന്നത് ഒരു ഉൾക്കണ്ണ് തുറക്കാനാണ്. ജ്ഞാനചക്ഷു എന്നൊക്കെ പറയാൻ. വിമൂഢാ നാനു പശ്യന്തി. ശരിക്കുള്ള തത്വം ഭഗവാൻ പറയും 5-ാം അധ്യായത്തിൽ. അർജുന, ഈ ഭഗവത് തത്വം എന്നുണ്ടല്ലോ, അത് ആരാ കാണുക അറിയോ? വിമൂഢാ നാനു പശ്യന്തി. മൂഢന്മാർ കാണില്ല. കണ്ണുള്ളവർ മാത്രം ഇങ്ങോട്ട് കണ്ടോളണം, എല്ലാവർക്കും കണ്ടോളണമെന്നില്ല, കാണില്ല. വിമൂഢാ നാനു പശ്യന്തി. മൂഢന്മാരെ അതിനെ കാണില്ല. ആരാ കാണുക? പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിമൂഢന്മാർ കാണുകയില്ല, കാണുമേ ജ്ഞാനദൃഷ്ടികൾ. ജ്ഞാനദൃഷ്ടികൾക്ക് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സംതിങ് സട്ടിൽ, സംതിങ് ഡിവൈൻ, സംതിങ് നോബ്ലർ, സംതിങ് ഇമ്പോർട്ടൻറ്റ്, സംതിങ് സിഗ്നിഫിക്കൻറ്റ്, ഇതൊക്കെ കാണണമെങ്കിൽ ബാഹ്യ കണ്ണ് അടയ്ക്കണം. എന്നാലേ പുറത്തേക്കുള്ള പ്രവാഹം. ബാഹ്യ കണ്ണ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ മനസ്സും ഓടും, അല്ലേ? എവിടെ കണ്ടുവച്ചാൽ എങ്കിലും മാനസ മർക്കടൻ എങ്ങെത്തി നോക്കൂകിൽ അങ്ങേ ചാടൂ. മനസ്സായിരിക്കുന്ന മർക്കടൻ എവിടേക്കാ കണ്ണ് നോക്കണമെന്ന് വെച്ചാൽ അങ്ങോട്ട് ചാടും, ആ കൊമ്പത്തേക്ക് അങ്ങോട്ട് ചാടും. അപ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോവും. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. വിഷയങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട്, കണ്ണിനെ സേവിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ റാൻ 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 ഞാനുണ്ട് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അതില്ലാതിരിക്കാനാണ് ഇതിന് ഈ പുറം കണ്ണ് നമ്മൾ അടച്ച്, സോ ദാറ്റ് ഉൾക്കണ്ണ് നമുക്ക് തുറക്കും. എപ്പോഴും അങ്ങനെയാണ്. ഗുരുവായൂർ ദർശനത്തിന് പോയിട്ടില്ല നമ്മളെല്ലാവരും? തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവുമല്ലോ. എത്ര യാത്രാക്ലേശം സഹിച്ചിട്ടാണ് നമ്മൾ പോകണം. 4-5 മണിക്കൂറൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. ചിലവർ ഒരു ദിവസം യാത്ര ചെയ്ത് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുണ്ടാവും. വൈശാഖ മാസത്തിൽ ഒന്ന് തൊഴുത് ഭഗവാനെ ഒന്ന് കണ്ടുപോകാൻ, തൊഴുത് ആ ഒരു ആകർഷണ വലയത്തിൽ പെട്ട് ഒന്ന് അവിടെ കുറച്ച് നേരം കുടുങ്ങി കിടന്ന് ഒന്ന് പുറത്തേക്ക് വന്ന് പോകാമെന്നുള്ള ആഗ്രഹം കൊണ്ട് ദിവസങ്ങൾ ചിലവിട്ട് കഴിച്ച് ട്രെയിനിലും പ്ലെയിനിലും ഒക്കെ വരുന്നവരുണ്ടാവും, കാറിലൊക്കെ വരുന്നവരുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഗുരുവായൂർ നടക്കിലെത്തി. പിന്നെ ഇതാ നിൽക്കുന്ന ഒരു ക്യൂ, നീണ്ട ക്യൂ. അവിടെ നിന്ന് 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ കഴിച്ച് കഷ്ടിച്ചങ്ങോട്ട് ഉച്ചപൂജ ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തും. അതൊക്കെ ബുദ്ധിമുട്ടിയിട്ട് വിശർത്ത് ഉള്ളിൽ കടന്ന് നേരെ ഭഗവാന് നടക്കിൽ ചെന്നാൽ നമ്മളെന്താ ചെയ്യുക? ഇത്രയൊക്കെ ബുദ്ധിമുട്ടി വന്നിട്ട് ചെന്നാൽ ഒട്ടനെ കണ്ണടക്കില്ലേ? ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നേ കണ്ടുപോകും നമ്മൾ. കണ്ട് 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 ശരിക്ക് കാണേണ്ട ദിക്ക് എവിടെയാണോ അവിടെ എത്തുമ്പോൾ കണ്ണടയ്ക്കും. എന്തിനാ കണ്ണടയ്ക്കുന്നത്? എങ്ങാനും ഈ ശാന്തിക്കാർ കെട്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാഹ്യചക്ഷുക്കൾ ഉപയോഗിക്കാണ്ട് ഉൾക്കണ്ണ് തുറക്കാനാണ് നമ്മൾ പുറം കണ്ണടയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ പുറത്ത് വന്നിട്ട് പറയാ, എന്താ ദർശനം, സുഖദർശനം കേട്ടോ, മനസ്സിൽ ഉൾക്കൊണ്ടു, അല്ലേ? ഇത്രയൊക്കെ ബുദ്ധിമുട്ടി പോയിട്ട് അവിടെ ചെന്നിട്ട് കണ്ണടയ്ക്കാനാണ്. ആ കണ്ണടയ്ക്കുന്നത് വേറൊരു കണ്ണ് തുറക്കാനാ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവരുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ ആത്മവാനും യോഗീശ്വരനുമൊക്കെ ആയിട്ടുള്ള ഭഗവാൻ യോഗനിദ്രയിൽ ജാഗരൂകനായി സർവദൃക് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനായി കിടക്കുമ്പോൾ ഭഗവാൻ എന്നെ കണ്ണടയും. ഭഗവാന്റെ ഉൾക്കണ്ണ എപ്പോഴും തുറന്നിട്ടല്ലേ ഇരിക്കുക.
അപ്പോൾ ആ കണ്ണ്, പുറത്തെ കണ്ണ് ഭഗവാൻ അടയും. നിമിഷ, ആ പുറത്തെ കണ്ണാണ് അടയുന്നത് ഭഗവാൻ. നിമിഷ എന്തിനാണ്? ഭഗവാന്റെ ഉൾക്കണ്ണ് തുറക്കാൻ. യോഗനിദ്രയിലാണെങ്കിൽ പോലും ഫാൻസി ഡ്രസ്സ് കെട്ടിയിട്ടുള്ള ആ വേഷത്തിൽ പുറത്തേക്കുള്ള കണ്ണുകൾ ഭഗവാൻ അടച്ചു കിടക്കും. കാരണം ഉൾക്കണ്ണ് തുറക്കാൻ. മനസ്സിലായോ? അതാണ് ഭഗവാൻ നിമിഷ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. കൺപോളകൾ അടച്ചിരിക്കുന്നവൻ. ചില രസിക പണ്ഡിതന്മാർ ഇതിന് വേറൊരു രസികനായിട്ടുള്ളൊരു പരിഭാഷ, ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അധർമ്മികളെ കടാക്ഷിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കാൻ അത്ര ഭഗവാൻ. അതും കൂടി കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി വന്നു. അത് ഭക്തിരൂപത്തിലേക്ക് എത്തി. അധർമ്മികളെ കടാക്ഷിക്കാതിരിക്കാൻ കണ്ണ് തുറന്ന ഭഗവാന്റെ കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കാരുണ്യാമൃതകുല നേത്രമാത്ര അസിതോല്ലാസംസു നേത്രാപുടം. കണ്ണ് തുറന്ന കാരുണ്യം വരുള്ളൂ. അത് ഈ കള്ളന്മാരുടെ മേത്തേക്ക് വീഴരുത് എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ചിരിക്കാതെ നമുക്കൊക്കെ ഉൾക്കണ്ണുകൊണ്ട് കാഴ്ച കിട്ടും ചെയ്യും. അവർക്കൊന്നും കാണൂല. ഭഗവാന്റെ കണ്ണ് തുറന്ന് കാണൂല എന്നൊരു രസികൻ വ്യാഖ്യാനമുണ്ട്. കുഴപ്പമില്ല, ഉൾക്കൊള്ളാം നമുക്ക്. അല്ലേ? അപ്പം അതാണ് നിമിഷ. അടുത്ത നാമം അനിമിഷ. ഇത് അനിമിഷ നിമിഷ രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ എടുക്കണം. അനിമിഷ എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നിമിഷ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അർത്ഥം. ഇത് ഉന്മേഷ നിമിഷ എന്ന് പറയും, അങ്ങനെയും പറയും. ഈ കണ്ണ് തുറന്നിരിക്കുന്നത് ഉന്മേഷ എന്നും നിമിഷ എന്നും പറയും. അടച്ചിരിക്കുന്നതിന് നിമിഷ. ഉന്മേഷ നിമിഷ. ആ നിമിഷത്തിന് അനിമിഷ എന്നും പറയും. അപ്പോൾ ഏതായാലും ഉന്മേഷ നിമിഷ എന്ന് വെച്ചാൽ കണ്ണ് തുറന്നിരിക്കുന്നതും അടച്ചിരിക്കുന്നതും. അത് അടച്ചിരിക്കേണ്ടത് ആദ്യം പറഞ്ഞു, നിമിഷ അനിമിഷ. നിമിഷമല്ലാത്തത് അനിമിഷ, മീനിങ് ഉന്മേഷ എന്നർത്ഥം. ദേവന്മാരാരും തന്നെ കണ്ണ് ചീമാറില്ല എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അവർക്ക് ഉറക്കമില്ല. അവർ 24/7 വർക്കിംഗ് ആൾക്കാരാണ്. ചില പണ്ഡിതന്മാർ പറയണം മത്സ്യാവതാരം വെച്ചിട്ടാണ് ഭഗവാൻ ഈ പേര് വന്നത്. മത്സ്യത്തിന് ഉറങ്ങില്ല, മത്സ്യം കണ്ണടക്കില്ലല്ലോ, അതുകൊണ്ടാണ് കണ്ണടക്കില്ല എന്നുള്ള നാമം വരാൻ കാരണം. അങ്ങനെയും പറയുന്നുണ്ട്. എന്തൊക്കെയോ ആവട്ടെ, അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അത് സത്തായിട്ടുള്ളതിൽ പെട്ടതല്ല. എങ്കിലും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മനസ്സിനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വ്യാഖ്യാനങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഏക സ്വരൂപനായി സർവശക്തവാനായിട്ടുള്ള ഭഗവാൻ തൻ്റെ എല്ലാ സൃഷ്ടികളെയും സദാ കാത്തുരക്ഷിക്കുന്നതിന് എപ്പോഴും ജാഗരൂകനാണ്. അപ്പോൾ എപ്പോഴും കണ്ണ് തുറന്നിരിക്കണം. കണ്ണ് തുറന്നിരിക്കുക എന്ന് വെച്ചെങ്കിൽ ഫിസിക്കൽ കണ്ണ് തുറന്നിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നർത്ഥം. അതിന് ഇവിടെ കണ്ണ് തുറന്നിരിക്കണു എന്ന് ഫിഗറേറ്റീവായിട്ട് പറയണു. ഒരു അലങ്കാരം വെച്ചിട്ട് പറയണു കണ്ണ് തുറക്കണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? കണ്ണ് തുറന്നാൽ പോരാ, കാണണം എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്താ പറയുക, നമ്മൾ ഇന്നലെ കണ്ട സത്യപരാക്രമൻ. സത്യപരാക്രമനായിരിക്കുന്ന ഭഗവാൻ, സത്യപ്രബുദ്ധനായിരിക്കുന്ന ഭഗവാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രജകൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, സാഷ്ടാക്കൾ സൃഷ്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരു വിരാമം ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ കണ്ടില്ല കേട്ടോ, എൻ്റെ കണ്ണ് പെട്ടില്ല, അത് അങ്ങനെ ഭഗവാൻ പറയില്ല. പറഞ്ഞാൽ പോയി. നമുക്കൊക്കെ അങ്ങനെ പറയാം, അത് ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധക്കുറവൊക്കെ നോക്കേ പറ്റുള്ളൂ. ഭഗവാൻ ആ ശ്രദ്ധക്കുറവ് പറ്റാൻ പാടില്ല, പറ്റൂല. ശ്രദ്ധിക്കണം തന്നെ ഭഗവാനാണ്. പിന്നെ എങ്ങനെയാണ് ശ്രദ്ധക്കുറവ് പറ്റുക? അല്ലേ? അപ്പോൾ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും എല്ലാമുള്ള കഴിവ് ഭഗവാന് സദാസമയത്തും വേണം. അതിനൊരു വിരാമം ഇടാൻ പാടില്ല. അത് ഭഗവാൻ യോഗനിദ്ര ആയാലും ശരി, അവിടെ ഒരു CCTV വെച്ചിട്ടുണ്ടാവും ഉൾക്കാഴ്ച കൂടെ കാണാൻ.
വിഷ്ണു പുരാണത്തിൽ പറയും, ആത്മമായാമയും ദിവ്യാം, എൻ്റെ ദിവ്യമായിട്ടിരിക്കുന്ന ആത്മമായ കൊണ്ട് യോഗനിദ്രാം സമാശ്രിതം, യോഗനിദ്രയിലേക്ക് ഞാൻ എൻ്റെ മായയെ കൂട്ടുപിടിച്ചിട്ടാണ് ഞാൻ നിദ്രയിലേക്ക് പോകുന്നത്. ഞാൻ ഉറങ്ങണമൊന്നുമില്ല. ആത്മമായാമയും ദിവ്യാം യോഗനിദ്രാം സമാശ്രിത, മായയുടെ ആശ്രിതനായിട്ട് മായയെ കൂട്ടുപിടിച്ച് മായയുടെ സഹായം കൊണ്ട്, ആരുടെ മായ? എൻ്റെ സ്വന്തം മായ, വേറെ അന്യൻ്റെ മായയല്ല, എൻ്റെ മായയാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അതിനെ വളച്ചൊടുക്കി. ഞാൻ ആ മായയുടെ സഹായം തേടിക്കൊണ്ട് ഞാൻ എൻ്റെ ദിവ്യമായ യോഗനിദ്രയിലേക്ക് പോയാലും ആത്മാനം വാസുദേവാഖ്യം ചിന്തയൻ മധുസൂദന, വാസുദേവനായിരിക്കുന്നതിനും മധുസൂദനായിരിക്കുന്നതൊക്കെ ഞാൻ എല്ലാ സമയത്തും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും കണ്ണു തുറന്നേയിരിക്കും ഞാൻ യോഗനിദ്രയിലാണെങ്കിലും. എൻ്റെ ദിവ്യമായ മായയെ ആശ്രയിച്ചിട്ട് ഞാൻ യോഗനിദ്രയിലേക്ക് പോയാലും സദാസമയത്തും ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എൻ്റെ ഉൾക്കാഴ്ചയെ ഞാൻ തിരസ്കരിക്കില്ല. ഉൾക്കാഴ്ച കിട്ടാത്ത സമയം എനിക്കില്ല. എനിക്ക് സദാസമയത്തും ഉൾക്കാഴ്ച കിട്ടിക്കൊണ്ടേയിരിക്കും. പുറം കണ്ണ് അടഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉൾക്കണ്ണുകൾ സദാസമയത്ത് ജ്ഞാനചക്ഷു സദാസമയത്തും വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണക്കാർക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് സുഷുപ്തി അവസ്ഥയിൽ ഇത് പറ്റില്ല. നമുക്ക് ഈ സുഷുപ്തി അവസ്ഥയിൽ ഇത് പറ്റില്ല. ഗാഠനിദ്രയിൽ നമുക്ക് എങ്ങനെയാണ് കണ്ണു തുറന്നിരിക്കാൻ പറ്റുക? നമ്മുടെ ഉൾക്കാഴ്ച ഗാഠനിദ്രയിൽ കിട്ടില്ല. നമുക്ക് കിട്ടുമോ? ഗാഠനിദ്രയിൽ നമുക്ക് ഏതാ കാണാൻ പറ്റുക? എന്താ കാണാൻ പറ്റുക? അടുത്ത ആരൊന്ന് വന്നാലും കാണാൻ പറ്റില്ല, ആര് പോയാലും കാണാൻ പറ്റില്ല. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ വീട് കുത്തിപ്പൊളിച്ച് വന്ന് ചെയ്യേണ്ടവർ ചെയ്ത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോകും. പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്താളിക്കുക, ഇതൊക്കെ എപ്പം ഉണ്ടായി? ചില സമയത്ത് ആ സമയത്താവും ആഫീസ് കൂട്ടണം, വാറണ്ട് വന്നിട്ടുണ്ടാകുക. അവനവൻ്റെ നേരം നോക്കി പൂട്ടിപ്പോവും. അവൻ നോക്കില്ല ഇത് ജാഗ്രത അവസ്ഥയിലാണോ സ്വപ്നാവസ്ഥയിലാണോ, സ്വപ്നം കണ്ട് കിടക്കുകയാണോ, സുഷുപ്തിയിൽ ഒന്നും അറിയേണ്ട കിടക്കുകയാണോ, എല്ലാം അറിഞ്ഞിട്ട് കണ്ണടച്ച് ജാഗ്രതാവസ്ഥയിൽ കിടക്കുകയാണോ, അതൊന്നും അങ്ങോട്ട് അറിയേണ്ട കാര്യമില്ല. ആർക്ക്? യമനെ. അവൻ വന്ന് പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോകുന്നത് നമ്മൾ അറിയില്ല. സുഷുപ്തിയിലാണെങ്കിൽ, സ്വപ്നത്തിലാണെങ്കിലും അറിയില്ല. ജാഗ്രതാവസ്ഥയിലാണെങ്കിൽ മാത്രം കുറച്ച് കയ്യും കാലൊക്കെ ഇട്ട് തല്ലും. കയ്യടിച്ചില്ല കാലടിച്ചില്ല തയ്യലാളാർത്തു കേണില്ല എന്ന് പറഞ്ഞില്ലേ രമണൻ. അപ്പോൾ കയ്യടിക്കലും കാലടിക്കലും ഒന്നും ഉണ്ടാവില്ല സുഷുപ്തി സമയത്താണ് പോയേച്ചാലേ. അതാണ് ശരിക്കും അനായാസേന മരണം എന്നൊക്കെ പറയണത്. അപ്പോൾ നമ്മളെ കൊണ്ട് അങ്ങനെ പറ്റുമോ? സുഷുപ്തി സമയത്ത് കണ്ണ് തുറന്നിരിക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റില്ല. നേരെ മറിച്ച് ഭഗവാൻ ഹി നെവർ സ്ലീപ്സ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നതിനൊക്കെ അദ്ദേഹം പ്രകാശിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതിൻ്റെ ഒക്കെ പ്രകാശം ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും ഉള്ളിൽ. ആര് മുമ്പ് കൂടെ പോയാലും ഒക്കെ CCTV ക്യാമറ പ്രിൻ്റ് റെഡി ആയിട്ട് ഉള്ളിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതിനൊരാളെ വെച്ചിട്ടുണ്ടേ, ചിത്രഗുപ്തൻ പറഞ്ഞൊരാളെ. അയാൾ നോക്കിക്കോളും എല്ലാം. എന്താ സെറ്റപ്പ് അല്ലേ? മനുഷ്യന് എത്ര അവന്യൂസ് ഓഫ് എക്സ്പ്രഷൻ ഉണ്ടോ ആ അവന്യൂസിലൊക്കെ വെച്ചിട്ടുണ്ട് CCTV. ആ കോർണറിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇല്യൂമിൻ ചെയ്തോളും, അതിനൊക്കെ പ്രകാശിപ്പിച്ചോളും. ഭഗവാൻ യോഗനിദ്രയിലാണെങ്കിലും അല്ലെങ്കിലും ശരി, അതിനൊക്കെ മെക്കാനിസം ഉണ്ട്. അങ്ങനെ മെക്കാനിസം ഇല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താ നോക്കൂ. തീവണ്ടിയിൽ യാത്രക്കാരനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഡ്രൈവർ ഉറക്കമൊഴിച്ചിരിക്കണം. യാത്രക്കാർ ഉറങ്ങുമ്പോൾ ഡ്രൈവർ ഉണർന്നിരിക്കണ്ടേ? കാറിലായാലും ശരി, തീവണ്ടിയിലായാലും ശരി, ഫ്ലൈറ്റിലായാലും ശരി ഒക്കെ വേണ്ടേ? ഫ്ലൈറ്റിൽ പിന്നെയും പൈലറ്റ് ഉറങ്ങിയാലും കുഴപ്പമില്ല, ഉണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക് അല്ലല്ലോ. അങ്ങനെയല്ലല്ലോ, ട്രെയിനൊന്നും അങ്ങനെയല്ലല്ലോ. മനസ്സിലായില്ലേ?
അപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ഭഗവാൻ ഉണർന്നിരിക്കണം. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളിലൊന്നും ഭഗവാന് വലിയ തൃപ്തിയില്ല. അവിടെ നിന്നും ഭഗവാൻ ലൈറ്റ് വീശില്ല. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയും, യാ നിശ സർവഭൂതാനം തസ്യ ജാഗ്രതി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശോപശ്യതോ മുനി. സാ നിശോ പശ്യതേ മുനി. യാ നിശ സർവഭൂതാനാം, എല്ലാ ഭൂതജാലങ്ങളും രാത്രിയാവുമ്പോൾ, സർവഭൂതജാലങ്ങൾക്കും രാത്രിയാകുമ്പോൾ, യാ നിശ സർവഭൂതാനം മീനിങ് എല്ലാവരും തമസിൽ ഇരുണ്ട് കിടക്കുമ്പോൾ, തസ്യ ജാഗ്രതി സംയമി, ഭഗവാൻ ഉണർന്നിരിക്കേണ്ട ആ സമയത്താണ്. യസ്യാം ജാഗ്രതി ഭൂതാനി, നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ആകുമ്പോൾ, മീനിങ് ഏതൊക്കെ എന്താ പറയുക വസ്തുക്കളിലാണോ നമ്മൾ പ്രകാശിക്കണം, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കണം, അവിടെ നിന്നും ഭഗവാൻ പ്രകാശം കാണിച്ചു തരില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കാത്ത ദിക്കിൽ ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തരും. അതുകൊണ്ടാണ് യാ നിശാ സർവഭൂതാനം, നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും അവിടെ പ്രകാശിപ്പിക്കുന്നില്ല ഒരു വസ്തുവിനെ. ആ വസ്തുവിനെ ഭഗവാൻ പ്രകാശിപ്പിക്കും. കാരണം തസ്യാം ജാഗ്രതി സംയതി, നമ്മൾ ഉറങ്ങുമ്പോൾ ഭഗവാന് പകലാണ്, ഭഗവാൻ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. നമ്മൾ ഉറങ്ങുക മീൻസ് അവർ സെൻസ് ഓർഗൻസ് ആർ നോട്ട് ഇല്യൂമിനേറ്റിംഗ്. ആധ്യാത്മിക ചിന്തകൾ, ആധ്യാത്മിക തത്വങ്ങൾ, ആധ്യാത്മിക വഴികൾ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളാകപ്പാടെ ചിന്തിക്കേണ്ടത് എന്താ? ഭൗതിക വസ്തുക്കൾ, ഈ പ്ലഷർ, ഈ ഷോർട്ട് ഹാപ്പിനെസ്, ഷോർട്ട് ഈറ്റ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഷോർട്ട് ഹാപ്പിനെസ്, അതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രകാശിപ്പിക്കണം. മീനിങ് അവിടെയാണ് നമ്മൾ ഉണർന്നിരിക്കണം. നമ്മൾ ഉണർന്നിരിക്കണ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു സാധനവും ഭഗവാന്റെ പ്രകാശം കിട്ടില്ല. കാരണം നിങ്ങളതിന് സ്വയം പര്യാപ്തമായിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ അറിയാം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിന് പവറുണ്ട്. പ്രകാശിപ്പിച്ചോ, പൊക്കോ, ഞാൻ വേണ്ട പറഞ്ഞോ. പക്ഷെ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കാൻ കഴിയാത്ത ചില ദിക്കുകളുണ്ട്, നിങ്ങൾക്കത് അറിയില്ല. അത് നിങ്ങളുടെ അറിവിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടോർച്ച് ലൈറ്റ് വീശി തരാം. അപ്പം ഞാൻ ഉണർന്നിരിക്കാം. മനസ്സിലായില്ലേ ശ്ലോകത്തിൻ്റെ അർത്ഥം? യാ നിശാ സർവഭൂതാനാം തസ്യ ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശോ പശ്യതോ മുനി. 2-ാം അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകമെന്ന് എനിക്ക് തോന്നുന്നു. ഏവർക്കും രാത്രിയാം നേരം ഉണർന്നിടുന്നു സംയമി. സംയമി മീൻസ് ആധ്യാത്മിക പരമ്പരയിൽ പോകുന്ന യോഗികളെന്നർത്ഥം. മനസ്സിനെ നിയന്ത്രിച്ചവർ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവർ, ഉൾക്കാഴ്ച കാണുന്നവർ. അവരെന്താ ഉണ്ടാവുക? ഏവർക്കും രാത്രിയാം നേരം മീനിങ് സാധാരണ ആൾക്കാർ, നമ്മളെപ്പോലുള്ള ആത്മാത്മികൾ, ഭൗതിക ലോകത്തിലുള്ള സുഖങ്ങളെ മാത്രം ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രകാശിപ്പിച്ചിരിക്കുന്ന നമ്മൾ, അപ്പം ഭഗവാൻ അതിനൊന്നും ഇടപെടില്ല. പൊക്കോ, നിങ്ങൾ വെളിച്ചം വീശുന്ന ദിക്കിലേക്ക് നിങ്ങൾ പൊക്കോ. ഞാൻ തന്നെ വെളിച്ചം തരണം, ഡബിൾ വെളിച്ചം തന്നെ, വെറുതെ പവർ ലൂസ് ചെയ്യണം എന്തിനാ, വേസ്റ്റ് ചെയ്യണം എന്തിനാ? നിങ്ങൾക്ക് പവർ ഉണ്ടല്ലോ, അത് കാണാൻ, അത് കണ്ടോ. പക്ഷെ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല. യു ആർ ഡെഡ് ടു ഇറ്റ്, യു ആർ ബ്ലൈൻഡ് ടു ഇറ്റ്. നിങ്ങൾക്ക് ആ സമയത്ത് രാത്രിയാണ്, നിങ്ങൾ തമസാണ്, അത് കാണാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. അവിടെ ഞാൻ വെളിച്ചം വീശും. കാണും മുനിക്കു നിശയായി എല്ലാവരും ഉണരുന്നതിൽ. എല്ലാവരും ഉണർന്നിരിക്കുന്ന കാര്യങ്ങളിലാണ് നോക്കുന്നത് വെച്ചെങ്കിൽ മുനിക്ക് നിശയാണ്. എല്ലാവർക്കും രാത്രിയായിട്ടുള്ള കാര്യത്തിലോ മുനിക്ക് പകലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ വെളിച്ചം വീശും, നിങ്ങൾക്ക് താല്പര്യമില്ല കാര്യങ്ങളിൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. ഐ വിൽ ഷട്ട് മൈ മൗത്ത്, ഷട്ട് മൈ ഐസ്, മൗത്തല്ല. അപ്പോൾ ലൗകിക വസ്തുക്കളോട് ഇന്ദ്രിയങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മളിലെ ഈശ്വരഭാവം കണ്ണടയ്ക്കുന്നു.
ഇന്റർഫിയർ ചെയ്യില്ല, ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല, കഴിഞ്ഞില്ല, ഞാൻ വേണ്ടാന്നും പറയണില്ല. മനുഷ്യൻ തന്നെ നേർവഴിക്ക് നയിക്കാനുള്ള സമയം എനിക്ക് കിട്ടും, അപ്പം ഞാൻ പറഞ്ഞോളൂ, ഇപ്പം ഞാൻ പറയണില്ല. അപ്പം നമ്മളിലെ ഈ ഈശ്വരൻ കണ്ണടച്ചിരിക്കുന്നു ആ സമയത്ത്. ആധ്യാത്മിക ജ്ഞാനം നമ്മൾ കാണാതിരിക്കുമ്പോൾ ഭഗവാൻ അതിൽ വെളിച്ചം വീശുന്നു. നമ്മൾ കിടന്ന് പെട്ടണു, ഭഗവാനെ ഇതൊന്നും കാര്യമില്ല, ഞാൻ ഈ കണ്ടതൊന്നും കാഴ്ചയല്ല, ഈ കണ്ടതൊന്നും കണക്കല്ല മന്നവാ എന്ന് പറഞ്ഞ പോലെ, ഭഗവാനെ ഇതൊന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല, അതൊക്കെ ശാശ്വതമായിട്ടുള്ളതൊന്നുമല്ല ഭഗവാൻ, ഞാൻ എന്തൊക്കെ എൻ്റെ പിന്നാലെ പോയി, ഇനിയിപ്പോൾ എന്തെനിക്ക് വേറെ ഒന്നും കാണാനില്ലല്ലോ, അങ്ങനെ വന്നാൽ ഞാൻ കാഴ്ച തരാം. നിനക്ക് കാഴ്ചയില്ല, നിനക്ക് രാത്രിയാണെന്ന് പറഞ്ഞു, വാ ഞാൻ പകലാക്കി തരാം. അല്ല, അത് രാത്രിയല്ല, എന്താ പറയണത് ഭഗവാനെ, പകലല്ലേ ഈ കാണുന്നത് മുഴുവൻ, പ്രപഞ്ചമല്ലേ ഈ കാണുന്നത്, എന്തിനാ ഞാൻ വേണ്ടാക്കണേ, എൻ്റെ മുമ്പിൽ വന്ന് തട്ടിയിട്ട് കൊണ്ടുവന്നിട്ടിരിക്കല്ലേ, എൻജോയ് 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 എന്ന് പറഞ്ഞിട്ട്, പിന്നെ എന്തിനാ ഞാൻ എൻജോയ് ചെയ്യാണ്ടിരിക്കണം? ഓക്കെ, കണ്ടിന്യൂ എൻജോയ്. ഞാൻ കണ്ണടയ്ക്കും, ഫോർ മീ ഇറ്റ് ഈസ് നൈറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരു നിഷ്ഠയാണോ സകല പ്രാണികൾക്കും ശുദ്ധ അന്ധകാരം, അതായത് രാത്രി പോലെ ആയി തോന്നുന്നത്, രാത്രി ആയിട്ടില്ല, രാത്രി പോലെ ആയി തോന്നുന്നത് നമുക്ക്, വി ആർ ഡെഡ് ടു ഇറ്റ്, വി ആർ നോട്ട് ലൈവ് ടു ഇറ്റ്. ആ നിഷ്ഠയിൽ വിവേകമുള്ളവർക്ക്, വിവേകിയായിരിക്കുന്നവൻ ഉണർന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? ഏതൊരു എന്താ പറയുക, ജ്ഞാനദിശയിൽ പ്രാണികൾ ഉണർന്നിരിക്കുന്നുവോ ആ അവസ്ഥ ആത്മതത്വം ദർശിക്കുന്നവന് രാത്രിയാകുന്നു. ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവന് ആത്മീയതത്വം രാത്രി, ആത്മീയതത്വത്തിൻ്റെ പിന്നാലെ പോകാത്തവന് ഈ രാത്രിയായിരിക്കുന്ന ആത്മീയതത്വം പകലായി പ്രകാശിക്കുന്നു. അപ്പോൾ രണ്ട്, ഒന്ന് ഭൗതികം യാത്ര, ഒന്ന് ആധ്യാത്മിക യാത്ര. രണ്ട് കാഴ്ചപ്പാടുകളാണ്. ഭൗതിക വഴി കൂടെ പോകണോ അതോ ആധ്യാത്മിക രംഗത്ത് കൂടെ പോകണോ, അതോ ഏത് രീതിയിൽ നമുക്ക് പോകണം, രണ്ടിനും നമുക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് നാമങ്ങളും സംയോജിപ്പിച്ച് നമ്മൾ പറയണമെന്ന് പറഞ്ഞു, നിമിഷ ആൻഡ് അനിമിഷ. ഭഗവാൻ കണ്ണ് തുറന്നിരിക്കുന്ന സമയമുണ്ട്, കണ്ണടച്ചിരിക്കുന്ന സമയമുണ്ട്. രണ്ടും ഭഗവാന്റെ ഫങ്ഷൻ തന്നെയാണ്. കണ്ണടയ്ക്കുകയും ചെയ്യും, കണ്ണ് തുറക്കുകയും ചെയ്യും. എപ്പോഴാണോ നമുക്ക് രാത്രി, ഭഗവാൻ കണ്ണ് തുറന്നു തരും. എപ്പോഴാണോ നമുക്ക് പകല്, ഭഗവാൻ രാത്രിയാവും. എപ്പോഴാണോ നമ്മൾ ഭൗതിക മാർഗത്തിലൂടെ ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാണ്ട് പോണ, ഭഗവാൻ കണ്ണടച്ചിരിക്കും. എപ്പോഴാണോ അവിടെ നമ്മൾ എന്താ പറയുക, ഗതി മുട്ടിയിട്ട് നിർത്തിയില്ല ഭഗവാനേന്ന് കൈ മേപ്പിട്ട് പൊക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ചപ്പാട്, ഉൾക്കാഴ്ച നമുക്ക് ഭഗവാൻ കാഴ്ച തരും. അപ്പോൾ നമുക്ക് രാത്രിയാവും, ഭഗവാന് പകലെ, ഭഗവാൻ നമുക്ക് കാഴ്ച തരും. അപ്പോൾ ഈ സംയോജനം വേണമെന്ന് പറഞ്ഞാൽ അതാണ്. നിമിഷ അനിമിഷ രണ്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് നോക്കുകയാണെങ്കിൽ, ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്ലബും, ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് സൂര്യപ്രകാശം നിറഞ്ഞതുമാണ്. ഒന്ന് സത്യമായിട്ടുള്ള പ്രകാശം, ഒറിജിനൽ പ്രകാശം, മറ്റത് കൃത്രിമമായിട്ടുള്ള പ്രകാശം, അല്ലേ? സൂര്യപ്രകാശം നാച്ചുറൽ പ്രകാശമല്ലേ, മറ്റേതോ നൈറ്റ് ക്ലബോ അത് ഇല്യൂമിനേറ്റർ, എന്താ പറയുക, ഹാലോജൻ ലാമ്പ്, ഫ്ലോറസെൻ്റ് ലാമ്പ്, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്. അതിനാണോ നിങ്ങൾക്ക് ഭ്രമം? ഭ്രമിച്ചോ, പൊക്കോ. സൂര്യപ്രകാശത്തിനാണോ ഭ്രമം? വന്നോ. ഒന്ന് ശ്രേയസ്കരമായിട്ടുള്ള മാർഗം, രണ്ട് പ്രേയസ്കരമായിട്ടുള്ള മാർഗം. ആധ്യാത്മിക മാർഗമാണ് ശ്രേയസ്സായിട്ടുള്ളത്, അതിന് നമുക്ക് ശ്രേയസ് തരുന്നു, പീസ്,
ശാന്തി, സമാധാനം, ഇതൊക്കെ തരും. മറ്റത് പ്രേയസ്, പ്ലഷർ, 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 ഹാപ്പിനെസ്, 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 നെവർ. സാന്ദ്രാനന്ദം കിട്ടില്ല, സാന്ദ്ര കിട്ടില്ല, കണ്ടിന്യൂസ് കിട്ടില്ല, ഒക്കെ ബ്രേക്ക്, ഒക്കെ ബ്രേക്ക്. അതിൽ ഏത് സ്വീകരിക്കാനും നമുക്ക് പറ്റും, ഏത് വേണേലും നമുക്ക് സ്വീകരിക്കാം. കഠോപനിഷത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. യമൻ നചികേതസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വേറെ ആരുമല്ല, യമമഹാരാജാവ്. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേത തൗ സംപരിത്യ വിവിനക്തി ധീര. ശ്രേയോ ഹി ധീരോഭി അപ്രമേയ വൃണീതോ പ്രേയോ മന്ദോ യോഗക്ഷേമാത് വൃണീതേ. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേത തൗ സംപരിത്യ വിവിനക്തി ധീര. ശ്രേയസ് എന്നും പ്രേയസ് എന്നും മനുഷ്യന് ഒരേപോലെ പ്രാപിക്കുന്നു. രണ്ട് നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ദാറ്റ് ബെറ്റർ, ദിസ് ബെറ്റർ. ഒന്ന് ശ്രേയസ് എൻ്റെ കൂടെ വന്നോളൂ, ഒന്ന് പ്രേയസ് എൻ്റെ കൂടെ വന്നോളൂ. അപ്പോൾ ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേത്, മനുഷ്യൻ്റെ മുന്നിൽ ശ്രേയസ് എന്നും പ്രേയസ് എന്നും ഓരോ സെക്കൻഡിലും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ചോയ്സ് ഇസ് അവേഴ്സ്. തൗ സംപരീത്യ, അവയെ സംപരീത്യ വിനിയുക്തി ധീര. സംപരീത്യ മീനിങ് നല്ല പോലെ ചിന്തിച്ച്, വിവിനിക്ത ധീര, ധീരനായിട്ടുള്ളവൻ തിരിച്ചറിയുന്നു. ആരാ ധീരൻ? സത്യം കണ്ടുപിടിക്കാനുള്ള ധീരൻ, കറേജായിട്ടുള്ള ധീരൻ. ഇതൊന്നും വേണ്ട, ദിഗ്ബലം, ക്ഷത്രിയ ബലം, ബ്രഹ്മത്തേജോ ബലം, ബലം എന്ന് പറഞ്ഞ് ശാസ്ത്രീയ ധർമ്മമൊക്കെ വിട്ട് വലിച്ചെറിഞ്ഞ് ബ്രഹ്മത്തേജോ ബലം കിട്ടാനായിട്ട് വിശ്വാമിത്രൻ പോകാനുള്ളൊരു കറേജ് കാണിച്ചില്ലേ വിശ്വാമിത്രൻ? അതാണ് ധൈര്യം എന്ന് പറയുന്നത്, അതാണ് ധീരൻ എന്ന് പറയുന്നത്. ആ ധീരത നമ്മൾ ജീവിതത്തിൽ കാണിച്ചാൽ ഇതൊക്കെ പുല്ലുവല, ഇതൊക്കെ ആർക്ക് വേണ്ടോ? തൻ്റെ ഐസ്ക്രീമും ഓംലേറ്റും പൊക്കോടയും ആർക്ക് വേണം ഇതൊക്കെ? അത് പറയാനുള്ള ധൈര്യം വേണം. എല്ലാവർക്കും ആ ധൈര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ശ്രേഷ്ഠ പ്രേഷ്ഠ മനുഷ്യമേത്ത തൗ സംപരീത്യ വിവിനിക്ത ധീര. ധീരന് വേണം അത് തീരുമാനിക്കാൻ. തൗ സംപരീത്യ, അതിനെ, അവയെ, ഇതിനെ, ശ്രേയസിനെയും പ്രേയസിനെയും, നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ശ്രേയസിനെയും പ്രേയസിനെയും ക്രിട്ടിക്കലി അനലൈസ്. ഏതാ നല്ലത്, ഏതാ ചീത്തന്ന്. ശ്രേയോ ഹി ധീരോ ഹി പ്രയോ വൃണീതേ. ധീരന്മാര് ശ്രേയസ് തിരഞ്ഞെടുക്കുന്നു, മന്ദബുദ്ധികൾ പ്രേയസ് തിരഞ്ഞെടുക്കുന്നു. കാരണം യോഗക്ഷേമം വിചാരിച്ചിട്ട്, ഭൗതിക സുഖങ്ങളെ ഓർത്തിട്ട് പ്രേയസ് തിരഞ്ഞെടുക്കുന്നു. അവരവരുടെ വഴിക്ക്, ഇവരുടെ വഴിക്ക്. അത് വേ, ഇത് റേ. അപ്പം ശ്രേയസ്സും പ്രേയസ്സും മനുഷ്യനെ ഒരേപോലെ പ്രാപിക്കുന്നു എന്നാണ് ഋഷി പറയുന്നത്. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേത തൗ സംപരീത്യ വിവിനിക്ത ധീര. ബുദ്ധിമാനായ മനുഷ്യൻ നല്ലവണ്ണം ആലോചിച്ച് സംപരീത്യ, അവയെ വേർതിരിച്ചറിയുന്നു. വിവിനിക്ത ധീര, ഏതാ നല്ലതെന്ന് മനസ്സിലാക്കുന്നു. പ്രേയസിനേക്കാൾ ശ്രേയസ്സാണ് ശ്രേഷ്ഠമെന്നറിഞ്ഞ് ധീരൻ ശ്രേയസിനെ സ്വീകരിക്കുന്നു. ശ്രേയോ ഹി ധീരോഭി പ്രമേയസ്യ വൃണീതേ. പ്രേയസിനേക്കാൾ ശ്രേയസ്സാണ് ധീര അഭികാമ്യം എന്ന് പറഞ്ഞ് അതിനെ വൃണീതേ വരിക്കുന്നു. ഹി വെഡ്സ് ആസ് ഇഫ് ഇറ്റ് വെർ. ഹി വെഡ്സ് ശ്രേയസ്. സ്വയംവരാണേ. ശ്രേയസിനെ വരിക്കണോ പ്രേയസിനെ വരിക്കണോ? I chose my wife as she did her wedding gown, not for the fine glossy surface, but for such other qualities as it would wear well. എന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞതാണ്. പുറംപൂച്ച് കണ്ടിട്ടില്ല. ഒരു വിടനെ പോലെ പുറംപൂച്ച് കണ്ട് മയങ്ങേണ്ട ആളല്ല ഞാൻ.
അങ്ങനെ പുറംപൂച്ചു കണ്ട് ഞാൻ മയങ്ങേണ്ട ആളല്ല. മയങ്ങേണ്ടവർ പൊക്കോളൂ. പക്ഷെ ധീരനായിരിക്കുന്ന ഞാൻ, ഐ വിൽ നെവർ ഓപ്റ്റ് ദാറ്റ് വേ. പ്രേയോ മന്ദോ യോഗക്ഷേമാദൃണീത, യോഗക്ഷേമത്തെ ആഗ്രഹിച്ചുകൊണ്ട് മന്ദബുദ്ധികളാകട്ടെ, പ്രേയോ മന്ദോ മന്ദബുദ്ധികളാകട്ടെ, ലൗകിക കാര്യങ്ങളിലുള്ള ആഗ്രഹം നിമിത്തം, യോഗക്ഷേമാദ്, എനിക്ക് വരാനുള്ളതും വന്നു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് എൻ്റെ കൂടെ ഇരിക്കാനുള്ളതും ഉള്ള ആഗ്രഹം കൊണ്ട്, എന്ത് ഭൗതിക വസ്തുക്കൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് പ്രേയസനെ സ്വീകരിക്കുന്നു. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഡേഞ്ചർ നമ്മൾ അറിയുന്നില്ല, ഹിഡൻ ഡേഞ്ചർ നമ്മൾ അറിയുന്നില്ല. ഒട്ടകത്തിന് എന്താ പറയുക, മുൾച്ചെടികളോട് വലിയ ഇഷ്ടമാണ്. മരുഭൂമിയിലൊക്കെ പോകുമ്പോഴേ അതിങ്ങനെ വലിയ ഇഷ്ടമാണ് അതിന് തിന്നാൻ. എന്താ മുൾച്ചെടി. എന്നിട്ട് തിന്നിട്ട് എന്താവും, കുറേ തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ വായന്നൊക്കെ ചോര വന്നു തുടങ്ങും. ആരുടെ ചോര? എൻ്റെ ചോര തന്നെ. അപ്പോൾ യക്ഷി ചോര കുടിക്കുന്നത് പോലെ നമ്മളുടെ മനഃശാന്തി ഒക്കെ അത് കുടിച്ചു കളയും. തെരുവ് പട്ടികൾക്ക് എല്ലിൻ്റെ കഷ്ണം വലിയ ഇഷ്ടമാണ്. അതിങ്ങനെ കടിച്ചിരിക്കും. അതിൽ മാംസമൊന്നും ഉണ്ടാവില്ല, ഒരു എല്ലാം ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഈ പട്ടിയുടെ അണ്ണാക്കുന്ന വെള്ളം ചോര വരണതാണ്. എന്താ ഈ എല്ലിൻ്റെ ഇത് അതിൻ്റെ പല്ലുമ്മിൽ കുത്തിയിട്ട് അവൻ്റെ ചോര തന്നെയാണ് വരണത്. അപ്പോൾ നമ്മൾ സ്വയം ഉണ്ടാക്കി നിൽക്കുന്ന ഡേഞ്ചറാണ്, നമ്മൾ സ്വയം തന്നെ അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ശ്രേയസ് മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴി, പ്രേയസ് മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ രാക്ഷസ സാക്ഷാത്കാരത്തിനുള്ള വഴി. ഏത് വേണോ, ചോയ്സ് ഇസ് യുവേഴ്സ്. പ്രേയസ് പോയാൽ ദുഃഖാലയം അശാശ്വതം. അവിടെയും ഭഗവാൻ വാൺ ചെയ്യേണ്ട അർജുനെ, അർജുന സൂക്ഷിക്കണേ. 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയേന ഏവതേ. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ സ്പർശനം കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ, ഏഹി ഏതാണോ സംസ്പർശജാ ഭോഗ, സ്പർശനം കൊണ്ട് കിട്ടുന്ന ഭോഗം, ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ കിട്ടുന്ന ഭോഗം, അതാണല്ലോ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. മാത്ര സ്പർശസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത. ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ലേ സുഖം ദുഃഖം മാനാപമാനമൊക്കെ അല്ലേ. അപ്പോൾ ഏഹി സംസ്പർശജ ഭോഗ ദുഃഖയേന ഏവതേ, ദുഃഖയേനേയ ഏവതേ, ദുഃഖം മാത്രമേ ഒന്ന് കിട്ടുള്ളൂ നിനക്ക്. ആദ്യന്തവന്ത കൗന്ദേയ, അതിനൊരു ആദ്യമുണ്ട്, ഒരു തുടക്കമുണ്ട്, ഒരു അവസാനമുണ്ട്. അത് ശാശ്വതമായിട്ട് നിൽക്കണമെന്നല്ല. അതുകൊണ്ട് നതേഷു രമതേ ബുധ, ബുദ്ധിമാന്മാർ അതിൽ പുതിക്കുന്നില്ല. വിഷയാസംഗസൗഖ്യങ്ങൾ, വിഷയങ്ങൾ സംഘം കൊണ്ടുണ്ടാക്കുന്ന സൗഖ്യങ്ങൾ, ഏഹി സംസ്പർശജാ ഭോഗ. നല്ലൊരു ശ്ലോക ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. ഏഹി സംസ്പർശജാ ഭോഗ വിഷയാസംഗസൗഖ്യങ്ങൾ. നോക്കൂ തർജ്ജമ എത്ര ഭംഗിയുണ്ട്. ദുഃഖയേന അവദേവത്തെ, ദുഃഖയേനയ ഏവത്തെ, ദുഃഖം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ദുഃഖഹേതുക്കൾ തന്നെയാം, ദുഃഖത്തിനുള്ള ഹേതുവാണത്. ദ കോസ് ഓഫ് മിസറി. ഏത്? വിഷയസംഗസൗഖ്യങ്ങൾ. പ്ലഷർ ബോൺ ഔട്ട് ഓഫ് കോണ്ടാക്ട് ഓഫ് സെൻസ് ഓർഗൻസ് വിത്ത് സെൻസ് ഓബ്ജക്ട്സ്. ഇന്ദ്രിയ വിഷയങ്ങളിൽ സ്പർശിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അനുഭവമെല്ലാം ദുഃഖഹേതുക്കൾ തന്നെയാം. ദേ ആർ ദ കോസ് ഓഫ് മിസറി. ഉണ്ടാം നശിക്കും കൗന്ദേയ ആദ്യന്തവന്ത കൗന്ദേയ. ആദ്യം അന്തവന്ത കൗന്ദേയ. ആദ്യമുണ്ട് അവസാനമുണ്ട്. ഉണ്ടാം നശിക്കും കൗന്ദേയ.
നതേഷു രമതേ ബുധ, രമിക്കില്ലവയിൽ ബുധർ. ബുദ്ധിമാന്മാരായാലും രമിക്കില്ല കേട്ടോ, മൂഢന്മാരെ കൈക്ക് പോവാം. അതുകൊണ്ടാണ് എന്താണ് കഥോപനിഷത്തിൽ നേരത്തെ പറഞ്ഞേ, പ്രേയോ മന്ദോ യോഗക്ഷേമാതുരിനീതേ എന്ന്. പ്രേയോ മന്ദോ, മന്ദോ എന്ന് വെച്ചെങ്കിൽ വിഡ്ഢികൾ, ഫൂൾസ്, പീപ്പിൾ ഹു നോസ് നോ റിയാലിറ്റി. ബുദ്ധിയുള്ളവൻ അതിൽ രമിക്കില്ല. രമിക്കില്ലവയിൽ ബുധൻ. ആ സ്വീകാര്യമല്ല ബുദ്ധിയുള്ളവനാ വഴി. യു വിൽ ഷൻ ദാറ്റ് പാത്ത്. അപ്പോൾ ഏത് പാത്ത് കൂടെ പോകേണ്ടത്? യു ഡിസൈഡ്. അപ്പോൾ അതാണ് നിമിഷ ആൻഡ് അനിമിഷ എന്നുള്ള രണ്ട് വാക്കുകളുടെ അർത്ഥം. ലളിതാ സഹസ്രനാമത്തിലും ഈ രണ്ട് വാക്കുകളും കൂട്ടിച്ചേർത്തിട്ട് വരുന്നുണ്ട്. ഉന്മിഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി എന്നുള്ള നാമത്തിൽ രണ്ടും വരുന്നുണ്ട്. ഉന്മേഷ നിമിഷോൽപ്പന്ന. ദേവി രണ്ടും ചെയ്യുന്നതാണ് പറഞ്ഞത്. ഉന്മേഷവും ചെയ്യുന്നുണ്ട്, നിമേഷവും ചെയ്യുന്നുണ്ട്. ഒറ്റ നാമത്തിൽ കാച്ചിയത്, രണ്ടും വേറെ ആക്കിയില്ല. ആ സഹസ്രനാമത്തിൽ രണ്ടും ഒറ്റ നാമ. ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി ഒറ്റ നാമാണത്, ഒരേ ഒരു നാമ. കണ്ണ് തുറക്കുന്നത് കൊണ്ട് സൃഷ്ടിക്കപ്പെടുകയും കണ്ണടയ്ക്കുന്നത് കൊണ്ട് സംഹരിക്കപ്പെടുകയും ചെയ്യുന്നവൾ എന്നർത്ഥം. ഉന്മേഷ നിമിഷ ഉൽപ്പന്ന വിപന്ന ഭുവനാവലി. ഉന്മേഷം കൊണ്ട് ഉൽപ്പന്നവും നിമേഷം കൊണ്ട് വിപന്നവും ഉണ്ടാക്കുന്ന ഭുവനാവലി. ഈ ജഗത്തിനെ മുഴുവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു, ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നു. എങ്ങനെ? കണ്ണ് തുറന്നാൽ സൃഷ്ടിയായി, കണ്ണടച്ചാൽ പ്രളയമായി. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ പറയും, കണ്ണ് തുറക്കുമ്പോൾ അമ്മ സൃഷ്ടി നടത്തുകയാണ്, കണ്ണടച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും മിണുങ്ങുകയാണ്, പ്രളയമാക്കുകയാണ്. സൃഷ്ടികൾക്ക് പ്രളയമുണ്ടാക്കി ദുരിതം അനുഭവിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടല്ലേ അമ്മ കണ്ണടയ്ക്കാണ്ട് അങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. എന്തൊരു ഭാവന നോക്കൂ സൗന്ദര്യലഹരിയിൽ. ഇൻ അട്ടർ ഗ്രേസ്, ഞങ്ങളോടുള്ള കൃപാകടാക്ഷം കൊണ്ട് അമ്മ സദാസമയത്തും കണ്ണടയ്ക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, കണ്ണ് തുറന്നിങ്ങനെ ഇരിക്കുകയല്ലേ. എന്താ കാരണം? അടച്ചാൽ പ്രളയമായാലും എൻ്റെ കുട്ടികൾ വെള്ളത്തിലാവില്ലേ അല്ലേ? എന്തൊരു ഭാവന നോക്കൂ. അപ്പോൾ അതാണ് ഈ നാമത്തിൻ്റെ പൊരുൾ. നമുക്കിനി അടുത്ത നാമം നാളത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ.